അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കുറച്ച് കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് നന്ദൻ, ഞാൻ ആലപ്പുഴയിൽ നിന്ന്. എൻ്റെ പേര് നിശാന്ത്, ഞാൻ എറണാകുളത്ത് നിന്ന്. ഞാൻ ബുർഷിദ, ഞാൻ കണ്ണൂരിൽ നിന്ന്. നൂറ, വീട് കോഴിക്കോട്. അഷ്ന, വീട് മലപ്പുറം. അനഘ, വീട് പാലക്കാട്. നൂർബിന, വീട് കോഴിക്കോട്. എന്താണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വന്ന് പ്രധാനപ്പെട്ടായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ശാന്തമായ ഒരു ക്യാമ്പസാണ്. സിറ്റിയുടെ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി ഒത്തിരി നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ക്യാമ്പസാണ്. പിന്നെ എല്ലാവരുമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അറ്റ്മോസ്ഫിയറാണ്. സീനിയേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഫ്രണ്ട്ലിയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഈ വർഷമാകുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്? തുടക്കം ഇല്ലായിരുന്നു, പിന്നെ പഠിച്ച് ലാസ്റ്റ് മൊമെൻ്റൊക്കെ ആയപ്പോഴും അത്രയും പഠിക്കുന്നുണ്ടായിരുന്നാലും അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം തൃശ്ശൂർ കിട്ടുന്നപ്പോൾ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ ലൈഫ്? നല്ലതായിരുന്നു. ഞാൻ ഡി ബ്ലോക്കിലാണ് പഠിച്ചത്. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പഠിക്കാനൊക്കെ. എന്തൊക്കെയാണ് മിസ് ചെയ്യുന്നത് ബ്രില്യൻറ്റിൽ നിന്ന്? ബ്രില്യൻറ്റിൽ നമുക്ക് ഒരു ടൈറ്റ് സ്കെഡ്യൂൾഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു ചിട്ടയായ ലൈഫൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല, അതാണ് മിസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിരുന്നു ബ്രില്യൻറ്റിൽ. ബ്രില്യൻറ്റിലെ ക്ലാസ്സസിനെ പറ്റിയിട്ടൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല ക്ലാസ്സസാണ്, ലൈക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ നോട്ട്സൊക്കെ അടിപൊളിയാണ്. ആൻഡ് എസ്പെഷ്യലി ഇത് എക്സാംസ് നല്ല എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ അതാണ് മെയിൻ ഹൈലൈറ്റ്. ആക്ച്വലി എക്സാംസ് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടുമ്പോൾ അതാണ് മെയിൻ. നിങ്ങളുടെ കൂടെ ബ്രില്യൻറ്റിലുണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടോ? ഹോസ്റ്റലിൽ ഷെയർ ചെയ്തിരുന്നവരൊക്കെ? ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരുണ്ട്, അതുപോലെ തന്നെ വേറെ ബാച്ചിൽ ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല എവിടെ വന്ന് കാണുമെന്ന്. വന്ന് എല്ലാവരും കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് മെഡിക്കൽ കോളേജിലെ ലൈഫ്? നല്ല ലൈഫാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പോഷറാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഡിസെക്ഷനും പിന്നെ പ്രാക്ടിക്കൽസും ഒക്കെ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലൈഫേ അല്ല, അവിടുന്ന് വല്ലാത്തൊരു ചേഞ്ചും നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനും ആവില്ല. ഞങ്ങളൊരു മാസത്തോളം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെയായിരുന്നു. പിന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് വരും, നമ്മളും എൻജോയ് ചെയ്ത് തുടങ്ങും. ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റൽ വാർഡ്സൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളൊരു ഐഡിയ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ കിട്ടും. പിന്നെ ഇവിടെ നല്ല എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കാൻ തന്നെ. ബ്രില്യൻറ്റിലെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിപ്പറേഷൻസ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ വേണ്ടി NCERT കൂടുതൽ ഫോക്കസ് ചെയ്തു. പിന്നെ ഡൗട്ട്സ് കുറേ വരുമ്പം ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്ക് ബുക്കും അതൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ചെയ്യുമ്പം ഡൗട്ട്സ് എല്ലാം പറയണത് അവിടുത്തെ ടീച്ചർമാരോട് ചോദിക്കായിരുന്നു. അപ്പോൾ അവർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതോ മനസ്സിലായാലേ പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അങ്ങനെയൊക്കെ ഡൗട്ട്സ് എല്ലാം നല്ലപോലെ ക്ലിയർ ആക്കാൻ പറ്റി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും ചെയ്യുന്നു. പിന്നെ അവിടെ എനിക്ക് കാരണം തേവരയിലായിരുന്നു. അപ്പം അവിടെ എക്സാം ഡെയിലി മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പം അതൊക്കെ കണ്ടിന്യൂസ് ചെയ്യും. പിന്നെ തെറ്റ് വരണതെല്ലാം കണ്ടുപിടിച്ച് നേരെയാക്കുക, ഡൗട്ട്സ് ക്ലിയർ ആക്കുക. അങ്ങനെയും പിന്നെ NCERT മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിച്ചു. മോഡൽ എക്സാമിൻ്റെ സമയം മുതൽ നീറ്റ് എക്സാം വരെയുള്ള പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ മെയിൻലി മോഡൽ എക്സാം ഫസ്റ്റ് എക്സാം തൊട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു 200 പേജ് നോട്ട് ബുക്ക്. അപ്പം അതിൻ്റെ അകത്ത് ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് ഡൗട്ടുള്ള ഏരിയ, അതുപോലെ ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻസ്, അപ്പം അത് ഞാൻ റെഫർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ തിയറി ഞാൻ ആ നോട്ടിൽ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ എക്സാം വരുന്നതിൻ്റെ ഗ്യാപ്പിൽ അതതിന് മെയിനായിട്ട് റിവൈസ് ചെയ്യാം. കാരണം നമുക്ക് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. മെയിനായിട്ട് ഇത് തന്നെ നോക്കിയിട്ടാണ്. പിന്നെ ആ തെറ്റ് നമ്മൾ വരുത്തൂല. അത് നീറ്റ് എക്സാമിലും വളരെ യൂസ്ഫുൾ ആയിരുന്നു. സോ നിങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അല്ലേ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുക എന്നുള്ളത്, അല്ലേ? എല്ലാവരുടെയും വലിയ സ്വപ്നമല്ലായിരുന്നു. അത് സബലീകരിച്ച് നിങ്ങൾക്ക് ആദ്യമായി എൻ്റെ ആശംസകൾ. ആൻഡ് നിങ്ങളുടെ കരിയറിലേക്ക് നന്നായി എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു.